എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്നലെ അരങ്ങേറിയത് വെറും ഒരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല. മറിച്ച് ലോകം മുഴുവൻ ശ്വാസം അടക്കിപ്പിടിച്ചുകണ്ട് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു വികാരനിർഭരമായ പ്രതികാരത്തിന്റെ കഥയായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമെന്നാൽ വൻമരങ്ങൾ പോലും ഭയത്താൽ വിറയ്ക്കുന്ന നിമിഷങ്ങളാണ്. എന്നാൽ ഇന്നലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലിറങ്ങിയ പുതിയ ഇന്ത്യ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിക്കുക മാത്രമല്ല, അവരുടെ ക്രിക്കറ്റ് അഹങ്കാരത്തെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. മത്സരശേഷം മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം വാങ്ങാൻ ഇഷാൻ കിഷൻ എത്തിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഇഷാന്റെ പേര് ആർത്തിരമ്പുകയായിരുന്നു. എന്നാൽ യഥാർത്ഥ കഥ ഇതൊന്നുമായിരുന്നില്ല. മത്സരശേഷം മൈക്ക് കയ്യിലെടുത്ത ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ കേട്ട് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഒപ്പം പാകിസ്ഥാന്റെ തോൽവിയുടെ യഥാർത്ഥ തിരക്കഥ മത്സരത്തിന് മുന്നേ തന്നെ രചിക്കപ്പെട്ടിരുന്നു എന്ന ഞെട്ടിക്കുന്ന സത്യവും പുറത്തുവന്നു. ടോസ് നഷ്ടപ്പെട്ട് ഇന്ത്യ ബാറ്റിംഗിനിറങ്ങിയപ്പോൾ പാകിസ്ഥാന്റെ മിസ്റ്ററി സ്പിന്നർ ഉസ്മാൻ താരിഖും വേഗതയുടെ രാജാവ് ഷഹീൻ അഫ്രീദിയും ചേർന്ന് സൃഷ്ടിച്ച ഭയത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് ഇഷാൻ കിഷൻ വെറും 40 പന്തിൽ അടിച്ചെടുത്തത് 77 റൺസാണ്. പാകിസ്ഥാന്റെ ആത്മവിശ്വാസത്തെ ചുട്ടെരിച്ച ഈ പ്രകടനത്തിനു പിന്നിലെ രഹസ്യം സൂര്യ വെളിപ്പെടുത്തി. കഴിഞ്ഞ 3 ദിവസമായി ലോകത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്ന് ഒരു മുറിക്കുള്ളിൽ കണ്ണടച്ചിരുന്ന് പാക് ബൌളർമാരെ തല്ലിച്ചതിക്കുന്നത് മനസ്സിൽ സങ്കൽപ്പിച്ച് തയ്യാറെടുക്കുകയായിരുന്നു ഇഷാൻ. എന്നാൽ ഈ വമ്പൻ വിജയത്തിനു പിന്നിലെ ഏറ്റവും വലിയ മാസ്റ്റർ മൈൻഡ് കളത്തിലില്ലാതിരുന്ന സാക്ഷാൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയായിരുന്നു എന്ന സത്യം എത്ര പേർക്കറിയാം? മത്സരത്തിന്റെ തലേദിവസം രാത്രി മുഴുവൻ ടീമിനെയും വിളിച്ചുകൂട്ടി രോഹിത് നടത്തിയ ഒരു രഹസ്യ മീറ്റിംഗാണ് കളിയുടെ ഗതി മാറ്റിയത്. കൊളംബോയിലെ വേഗം കുറഞ്ഞ പിച്ചിൽ ആദ്യം പന്തിന് ബഹുമാനം നൽകണമെന്നും പിന്നീട് അടിച്ചു തകർക്കണമെന്നും ഇഷാന് രോഹിത് നൽകിയ ഉപദേശം അക്ഷരം പ്രതി ശരിയായി. പോരാത്തതിന് മിഡിൽ ഓവറുകളിൽ കുൽദീപിനെയും അക്സറിനെയും ഉപയോഗിച്ച് എങ്ങനെ പാക് ബാറ്റർമാരെ കുടുക്കണമെന്ന സൂര്യയ്ക്ക് രോഹിത് കൃത്യമായ പ്ലാൻ നൽകിയിരുന്നു. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ ക്യാമ്പിൽ നേരിയ ഭയം പടർന്നെങ്കിലും ഇരുട്ട് കനക്കുമ്പോഴാണ് നക്ഷത്രങ്ങൾ ഏറ്റവും തിളങ്ങുന്നത് എന്ന കോച്ച് ഗൗതം ഗംഭീറിന്റെ വാക്കുകൾ ടീമിന് നൽകിയ ഊർജ്ജം ചെറുതല്ല. പിന്നീട് നമ്മൾ കണ്ടത് പാകിസ്ഥാന്റെ നട്ടെല്ലൊടിക്കുന്ന ഇന്ത്യൻ ബൌളിംഗാണ്. ഒരേ ഓവറിൽ 2 വിക്കറ്റ് പിഴുതെറിഞ്ഞ ബുംറയുടെ മാരകമായ യോർക്കറുകളും സ്ലോവർ ബോളുകളും ഹാർദിക് പാണ്ഡ്യയുടെ കൃത്യതയാർന്ന ലെങ്തും വരുൺ ചക്രവർത്തിയുടെ മാന്ത്രിക സ്പിന്നും പാക് ബാറ്റർമാരെ ഗ്രൗണ്ടിൽ ഫ്രീസ് ചെയ്ത് കളഞ്ഞു. എന്നാൽ പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് ക്യാപ്റ്റൻ സൂര്യകുമാറിന്റെ മറ്റൊരു ബുദ്ധിപരമായ നീക്കമായിരുന്നു. സ്പെഷ്യലിസ്റ്റ് ബൌളർമാരെ മാറ്റി നിർത്തിക്കൊണ്ട് പാർട്ട് ടൈം ബൌളർമാരായ റിങ്കു സിംഗിനെയും തിലക് വർമ്മയെയും കൊണ്ട് പന്തെറിയിച്ച് പാകിസ്ഥാന്റെ ഇജ്ജത്ത് മുഴുവൻ സൂര്യ കളഞ്ഞുകുളിച്ചു. അർഷ്ദീപ് സിംഗിന് പകരം കുൽദീപ് യാദവിനെ കൊണ്ടുവന്ന തന്ത്രവും 100% വിജയിച്ചു. ക്യാപ്റ്റൻ എന്ന നിലയിൽ വെറും 32 റൺസ് മാത്രമേ സൂര്യ നേടിയെങ്കിലും കളി പതുക്കെയായ സമയത്ത് സ്വന്തം സ്കോറിനേക്കാൾ ഉപരിയായി ശിവം ദൂബെയോടും റിങ്കു സിംഗോടും അറ്റാക്ക് ചെയ്ത് കളിക്കാൻ നിർദ്ദേശിച്ച സൂര്യയുടെ ക്യാപ്റ്റൻസി മികവ് എടുത്തു പറയേണ്ടതാണ്. ഇത്രയൊക്കെ ആവേശങ്ങൾക്കിടയിലും മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസണെക്കുറിച്ച് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും പ്രത്യേകിച്ച് മലയാളികളുടെയും രോമാഞ്ചം ഇരട്ടിയാകും. ഇന്നത്തെ മത്സരത്തിൽ യുവതാരം തിലക് വർമ്മയ്ക്ക് പ്രതീക്ഷിച്ച അത്ര മികവിലേക്ക് ഉയരാൻ കഴിയാതെ പോയപ്പോൾ അവിടെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നെങ്കിൽ ഈ കളിയുടെ വിധി ഇതിലും ഭയാനകമായി മാറുമായിരുന്നു എന്ന് സൂര്യ തുറന്നു സമ്മതിച്ചു. സഞ്ജുവിനെ പോലെ യാതൊരു ഭയവുമില്ലാതെ ബാറ്റ് വീശുന്ന, ക്രീസിലെത്തിയാൽ ആദ്യ പന്തു മുതൽ എതിരാളികളെ നിഷ്കരുണം ആക്രമിച്ചു കളിക്കുന്ന ഒരു താരം ഈ പിച്ചിൽ ഞങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടുതന്നെ അടുത്ത മത്സരത്തിൽ എന്തായാലും സഞ്ജുവിനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തി അയാളുടെ ആ വിനാശകാരിയായ തീപ്പൊരി ആക്രമണോത്സുകത കളത്തിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ പദ്ധതിയിടുന്നത് എന്ന് സൂര്യ വ്യക്തമാക്കിയപ്പോൾ അതൊരു വൻ മുന്നറിയിപ്പായി മാറുകയായിരുന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഈ വിജയത്തെ ചരിത്രമാക്കുന്നത് മറ്റൊന്നാണ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോടുള്ള ശക്തമായ പ്രതിഷേധ സൂചകമായി പാകിസ്ഥാൻ ടീമുമായി ഹസ്തദാനം ചെയ്യാനോ PCB ചെയർമാന്റെ കയ്യിൽ നിന്ന് ട്രോഫി ഏറ്റെടുക്കാനോ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തയ്യാറായില്ല. സ്വന്തം രാജ്യത്തിന്റെ അഭിമാനത്തിനു മുൻപിൽ മറ്റൊന്നും വലുതല്ല എന്ന് നെഞ്ചുവിരിച്ചു നിന്നുകൊണ്ട് ഈ പുതിയ ഇന്ത്യ ലോകത്തിന് കാണിച്ചുകൊടുത്തു. വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും തന്റെ സഹതാരങ്ങൾക്കും സീനിയേഴ്സിനും നൽകിയ സൂര്യയുടെ ഈ വിനയം തെളിയിക്കുന്നത് ഇന്ത്യൻ ടീം വെറും ഒരു 11 പേരുടെ സംഘമല്ല, മറിച്ച് ഒരൊറ്റ കുടുംബമാണെന്നാണ്. രോഹിത് ശർമ്മയുടെ തന്ത്രങ്ങളും സൂര്യകുമാർ യാദവിന്റെ ഈ തീപ്പൊരി ക്യാപ്റ്റൻസിയും ഒപ്പം അടുത്ത മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്ന സഞ്ജു സാംസണിന്റെ സംഹാര താണ്ഡവവും കൂടി ചേരുമ്പോൾ വരാനിരിക്കുന്ന ലോകകപ്പ് ഇന്ത്യക്ക് തന്നെ കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ചരിത്ര വിജയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ജയ് ഹിന്ദ് എന്ന് രേഖപ്പെടുത്തി അറിയിക്കുക.
ഒപ്പം നിങ്ങളുടെ രക്തം തിളപ്പിച്ച ഈ റിപ്പോർട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ ഞെട്ടിക്കുന്ന സത്യങ്ങൾക്കും ലോകമറിയാത്ത ക്രിക്കറ്റ് വാർത്തകൾക്കും ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.